ഡിയർ സ്റ്റുഡൻസ്, 10ാം ക്ലാസ്സിലെ അരിത്തമെറ്റിക് സീക്വൻസസ് എന്ന ചാപ്റ്ററിൽ ടേംസ് ആൻഡ് പൊസിഷൻസ് അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു സെക്ഷനിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് നോക്കാം. നമുക്കറിയാം ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഇങ്ങനെ ടേംസ് മുന്നോട്ട് പോകുമ്പോൾ ഓരോ സ്റ്റെപ്പിലും നമ്മുടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് മുമ്പോട്ട് പോവുക. തിരിച്ച് ബാക്കിലേക്കാണ് നമ്മൾ പോകേണ്ടതെങ്കിൽ കോമൺ ഡിഫറൻസ് നമ്മൾ മൈനസ് ചെയ്ത് വരണം. അപ്പോൾ ആ ഒരു കാര്യമാണ് നമുക്ക് ഈ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ രീതിയിലാണ്. ദാറ്റ് ഈസ് 24, 42, then 2 missing places. So that is a sequence, the arithmetic sequence. So here for the answer, first term equal to 24 and common difference equal to 42 minus 24. Difference between adjacent terms. 42 minus 24 is equal to 18 is the answer. That means our common difference 18. So first term 24. നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് ടേം ആണ് 24, സെക്കൻഡ് ടേം 42. നൗ തേർഡ് ടേം is obtained by x3 is equal to x2 plus കോമൺ ഡിഫറൻസ്. ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. x2 എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ടേം, ദാറ്റ് ഈസ് 42 plus 18. 42 plus 18 that is equal to 60. So our third term 60. Now fourth term x4 is equal to 60 plus 18 equal to 78. അപ്പോൾ നമുക്ക് സീക്വൻസ് എഴുതാം. ദാറ്റ് ഈസ് അവർ സീക്വൻസ് ഈസ്, അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 24, 42, 60, 78 etc. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ആൻസർ. നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് പൊസിഷൻ നമുക്ക് തന്നിട്ടില്ല, ഫോർത്ത് പൊസിഷനും തന്നിട്ടില്ല. സെക്കൻഡ് പൊസിഷനിൽ 24, തേർഡ് പൊസിഷനിൽ 42. സോ ക്വസ്റ്റ്യൻ, so this is our question. Here also ഫസ്റ്റ് ടേം ഇല്ലെങ്കിൽ പോലും 2 കണ്ടിന്യൂസ് ടേംസ് നമുക്കുണ്ട്. ഫസ്റ്റ് ടേം വേണ്ട, നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടെത്താം. കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 42 minus 24. 42 minus 24 that is equal to same 18. So now we need x1. This is our x1 first term. x1 is equal to സെക്കൻഡ് ടേമിൽ നിന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ മതി. 24 minus 18. 24 minus 18 is equal to that is 24 minus 18 equal to 6 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ദെൻ x1 കിട്ടി. x1 കിട്ടിയതിന് ശേഷം നമുക്ക് ഇനി കണ്ടെത്താനുള്ളത് ഫോർത്ത് ടേമാണ്, ദാറ്റ് ഈസ് x4 ഈക്വൽ ടു ആഡ് ചെയ്യുക, ദാറ്റ് ഈസ് x3 പ്ലസ് x3 ഈസ് 42 പ്ലസ് 18. 42 പ്ലസ് 18 ഈക്വൽ ടു 60. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ 42 പ്ലസ് 18 60. മറ്റ സീക്വൻസ് നമുക്ക് എഴുതാം. സോ സീക്വൻസ് ഈസ് ഫസ്റ്റ് ടേം 6, 24, 42, 60 etc. is our answer. Third question. തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാം. തേർഡ് ഫസ്റ്റ് 2 പൊസിഷൻസ് ഇല്ല, ദെൻ 24 ആൻഡ് 42. ഫസ്റ്റ് ഹിയർ ഓൾസോ കോമൺ ഡിഫറൻസ് നമുക്കറിയാം. കോമൺ ഡിഫറൻസ് ചേഞ്ച് ഒന്നുമില്ല, 18 ഇറ്റ് സെൽഫ്. ദെൻ സെക്കൻഡ് ടേം കണ്ടുപിടിക്കുക. x2, x1 ആൻഡ് ദിസ് ഈസ് x3, x4. നമ്മുടെ സീക്വൻസിൻ്റെ ടേംസ് x1, x2, x3, x4 എന്നാണ്. x3 നമുക്കറിയാം, കോമൺ ഡിഫറൻസ് അറിയാം. സോ x2 is equal to x3 minus 24 minus
18, that is equal to 6. x1 is equal to, again, 6 minus 18. 6 minus 18. Here, one is positive and the other is negative. So, find the difference between these two numbers, and sign of large number is negative, minus 18. So, our answer is minus 12. So, the sequence is minus 12, 6, 24, 42, etc. ഈ സീക്വൻസിൻ്റെ എല്ലാം കോമൺ ഡിഫറൻസ് 18 തന്നെയാണ്. നമുക്ക് തന്നിരിക്കുന്ന പൊസിഷൻ ഉപയോഗിച്ച് മാത്രം നമ്മൾ മാറ്റിയെടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4 നമുക്ക് നോക്കാം. 24. ഫസ്റ്റ് പൊസിഷനും ഉണ്ട്, തേർഡ് പൊസിഷനും ഉണ്ട്. 24, ദെൻ തേർഡ് പൊസിഷൻ 42. മിഡിൽ പൊസിഷൻ നമ്മൾ കണ്ടുപിടിക്കണം. സെക്കൻഡും ഫോർത്തും നമുക്ക് കണ്ടുപിടിക്കണം. ദിസ് ഈസ് അവർ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്കറിയാവുന്ന കാര്യമാണ് x1 24, x2 തന്നിട്ടില്ല, ദാറ്റ് ഈസ് x3, x4. ദീസ് ആർ ദ ടേംസ്. So x3 is equal to, calculation is x1 plus d is x2. x1 plus d, 1 times d is equal to x2 and x1 plus, so this x1 plus 2 times d is our x3. Equation ഉപയോഗിച്ച് നോക്കിയാൽ നമുക്കറിയാം f plus n minus 1 into d. അപ്പോൾ നമുക്ക് x3 means x1 plus 2d എന്ന് കൊടുക്കാം. നമുക്ക് ടേംസ് അറിയാം, നമ്മൾ ഇക്വേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതികളൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ 42 ഈക്വൽ ടു 24 പ്ലസ് 2d, ഇങ്ങനെ സ്റ്റെപ്പ് എഴുതി വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. സോ ദിസ് 42 മൈനസ് 24 ഈക്വൽസ് 2d. ദാറ്റ് മീൻസ് 18 ഈക്വൽ ടു 2d, or d is equal to 18 divided by 2, that is 9. സോ കോമൺ ഡിഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ആ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീക്വൻസ് എഴുതാം. ഈ സീക്വൻസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാം. സോ x2 is equal to 24 plus 9, that is 33. And x4 is 42 plus 9 equal to, 42 plus 9 is equal to 51. That is our sequence is x1 is 24. So 24, 33, then 42, 51, etc. ഇങ്ങനെ മിഡിൽ ടേം വരുമ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ടേമും ഉണ്ട്, തേർഡ് ടേമും ഉണ്ട്. ഫസ്റ്റ് ടേമും തേർഡ് ടേമും ഉണ്ടെങ്കിൽ നമുക്ക് മിഡിൽ ടേം കണ്ടെത്താനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. മിഡിൽ ടേം കണ്ടുപിടിക്കാൻ, ഇഫ് എ ബി സി ആർ 3 കണ്ടിന്യൂസ് ടേംസ്, എ ബി സി ആർ 3 continuous terms of any arithmetic sequence, then b equal to a plus c by 2. This is an equation to find the middle term or mid value. ആവറേജ് തന്നെയാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ പോലെ തന്നെയാണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്താൽ നമുക്ക് സെക്കൻഡ് ടേം 33 തന്നെയാണോ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഹിയർ എ ഈസ് ഈക്വൽ ടു അവർ ഫസ്റ്റ് ടേം 24 ആൻഡ് സി ഈസ് ഈക്വൽ ടു 42. ദെൻ ബി ഈസ് ഈക്വൽ ടു 24 പ്ലസ് 42 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് 24 പ്ലസ് 42, 66 ബൈ 2, 33. ഈ 33 തന്നെയാണ് നമുക്കിവിടെ ബി. ബി മീൻസ് അവർ മിഡിൽ പൊസിഷൻ. നമുക്ക് മിസ് ചെയ്തത് സെക്കൻഡ് പൊസിഷൻ ആയിരുന്നു. നമുക്ക് സെക്കൻഡ് പൊസിഷൻ്റെ ആൻസർ കോമൺ ഡിഫറൻസ് കണ്ടെത്താതെ നമ്മൾ സെക്കൻഡ് പൊസിഷൻ്റെ ആൻസർ 33 എന്ന് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ടേംസ്, അത് ഫസ്റ്റ് പൊസിഷൻ ആയിരിക്കണമെന്നില്ല, ഏതെങ്കിലും പൊസിഷനിൽ ഇതുപോലെ വന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായി ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ അത് ശ്രദ്ധിച്ച് മാർക്ക് ചെയ്ത് വെക്കുക. ദാറ്റ് ഈസ് ഇഫ് എ ബി സി are 3 continuous terms of any arithmetic sequence, then b equal to a plus c divided by 2. അതിനുശേഷം കോമൺ ഡിഫറൻസ് കണ്ടെത്തുക, നമുക്ക് സീക്വൻസ് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ സെക്കൻഡ് ടേം, ഫസ്റ്റ് സെക്കൻഡും തേർഡ് ടേംസും കിട്ടി, കോമൺ ഡിഫറൻസ് കണ്ടെത്തി നമുക്ക് ഫോർത്ത് ടേം കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഫോർമുല പഠിച്ചു വെച്ചേക്കുക. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ
ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. 5 ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. 24 ആൻഡ് 42. 24, 42 മിഡിൽ പൊസിഷൻ നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ 33 കിട്ടും. അതിനുശേഷം കോമൺ ഡിഫറൻസ് കണ്ടെത്തി 5 ചെയ്യാം. അപ്പോൾ നിങ്ങളത് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് 6th ക്വസ്റ്റ്യൻ നോക്കാം. 24 ഫസ്റ്റ് ടേം 24, ഫോർത്ത് ടേം 42. Okay, this is our question. First term x1 is 24 and x4 is 42. We can use the equation x4 is equal to x1 plus. So 1, 2, 3. x1 plus 3d. That means 42 equal to 24. നമുക്ക് ടേം ഡിഫറൻസ് പൊസിഷൻ ഡിഫറൻസ് ആ ഇക്വേഷൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. 3 times d. 42 minus 24 equal to 3d, or that is 18 equal to 3d, d equal to 18 by 3, 6. ഇതേ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. ടേം ഡിഫറൻസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞായിരുന്നു. ഇവിടെ ഡയറക്റ്റ് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. എക്സ് എം മൈനസ് എക്സ് എൻ ഡിവൈഡഡ് ബൈ എം മൈനസ് എൻ എന്ന പൊസിഷൻ നമുക്ക് യൂസ് ചെയ്യാം. എക്സ് എം എന്ന് പറയുന്നത് 42, ഹയസ്റ്റ് പൊസിഷൻ 42 മൈനസ് 24 ഡിവൈഡഡ് ബൈ 4 മൈനസ് 1. ഈ ഒരു രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് 18 by 3 ഈക്വൽ ടു 6 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് രണ്ടിൽ ഏത് മെത്തേഡ് ആയാലും നമ്മുടെ ആൻസർ കറക്റ്റാണ്. ഡി ഈസ് ഈക്വൽ ടു 6 ഇക്വേഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്താലും നമുക്ക് ആൻസറായി. സോ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ടേംസ് കണ്ടുപിടിച്ച് പോയാൽ മതി. x2, x1 പ്ലസ് x1 ഈസ് അവർ 24. സോ x2 is equal to 24 plus 6, 30, and then x3 is equal to 30 plus 6 equal to 36. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ടേംസ് എഴുതി നമ്മുടെ സീക്വൻസ് നമുക്ക് എഴുതാം. സീക്വൻസ് ഈസ് 24, 30, 36, 42 എക്സെട്ര. ഇതാണ് ഫസ്റ്റ് സെക്ഷനിലെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ.